ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള കർത്താവിന്റെ അനുഗ്രഹീത നാമത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും അത്യാദരവോടെ അർപ്പിച്ചുകൊണ്ട് ബഹുമാന്യ ദൈവകുഞ്ഞുങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു. തകർന്ന മനസ്സും വിങ്ങുന്ന ഹൃദയവുമായി കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ കിടന്ന് പ്രിയപ്പെട്ടവർ, അവർ പുതിയ പുലരിയിൽ ആശ്വാസം പ്രദാനം ചെയ്യുന്ന ജീവന്റെ വചനം, അവൻ സ്വർഗീയ സന്തോഷം ഈ വചനംബരിൽ പ്രദാനം ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവ് നൽകിയ സന്ദേശം ദൈവകുഞ്ഞുങ്ങളുമായി പങ്കുവയ്ക്കുന്നു. പഴയ നിയമത്തിലെ സുവിശേഷ പ്രവാചകൻ എന്നുള്ള അപരനാമത്തിൽ അറിയപ്പെടുന്ന യെശയ്യാവിന്റെ പുസ്തകം 45 അധ്യായത്തിന്റെ 3-ാമത് വാക്യം വായിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ വിശുദ്ധ തിരുവെഴുത്തിനായി സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് ഇരുട്ടിന്റെ അധികാരത്തിൽ കിടക്കാനല്ല, ജീവന്റെ വെളിച്ചത്തിൽ നടന്ന് ലോകത്തിൽ ജ്യോതിസുകളായി വിളങ്ങാനാ. എങ്കിലും പലപ്പോഴും ജീവിതത്തിൽ ഇരുട്ടിന്റെ അനുഭവം കടന്നു വരുന്നു. വിശുദ്ധിയോടെ ജീവിതം നയിച്ചിട്ടും അർഹിക്കുന്നവർക്ക് ആവശ്യമായ സഹായങ്ങൾ ആവും വിധം ചെയ്തിട്ടും അന്ധകാരം ജീവിതത്തെ മൂടുന്നു. ഭക്തനായ ദാവീദിന്റെ ജീവിതത്തിലും പലപ്പോഴും കൂരിരുട്ട് പിടിമുറുക്കിയിട്ടുണ്ട്. അന്ന് താൻ ഇങ്ങനെ കുറിച്ചു. 143-ാം സങ്കീർത്തനം 3-ാം വാക്യം, ശത്രുവന്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു, അവനെന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു, പണ്ടേ മരിച്ചവരെ പോലെ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളെ, 143 മുതൽ തുടർന്നുള്ള എല്ലാ സങ്കീർത്തനങ്ങളും ഒരേ സാഹചര്യത്തിൽ എഴുതപ്പെട്ടതാണെന്ന വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നത്. ആ സങ്കീർത്തനങ്ങൾ നമ്മൾ പ്രാർത്ഥനയോടെ പരിശോധിച്ചാൽ എല്ലാം ദൈവത്തെ ആരാധിക്കാൻ ജനത്തെ ആഹ്വാനം ചെയ്യുന്നതായി കാണുന്നു. എന്താ ഇതിന്റെ അർത്ഥം? കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടിന്റെ അനുഭവം കടന്നു വരുമ്പോൾ സ്തോത്രം, സത്യവെളിച്ചമായ ക്രിസ്തുവിനെ ആരാധിക്കാൻ തയ്യാറാകുന്നെങ്കിൽ കുഞ്ഞെ, ഇരുട്ടിലെ നിക്ഷേപങ്ങൾ നൽകി കർത്താവ് നിന്നെ ആദരിക്കും. നീ ആരാധിക്കുന്ന ദൈവം സർവശക്തനെന്ന്, ഇസ്രായേലിന്റെ ദൈവമെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ഗുപ്ത നിധി നൽകിത്തരും. എന്താ ഇരുട്ടിലെ നിക്ഷേപങ്ങൾ? ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തത്, ഒരുത്തന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ഇരുട്ടിലെ നിക്ഷേപം. സ്തോത്രം. കഷ്ടതയുടെ കൂരിരുട്ടിലൂടെ കടന്നുപോകുന്ന തന്റെ മക്കൾക്ക് കരുണയുള്ള കർത്താവ് ഇരുട്ടിൽ, ഹല്ലേലൂയ, കഷ്ടതയുടെ ഇരുട്ടിൽ, കണ്ണുനീരിന്റെ ഇരുട്ടിൽ, നിരാശയുടെ ഇരുട്ടിൽ ദൈവകൃപയുടെ നിധി നിക്ഷേപങ്ങൾ നൽകി അവരെ ആദരിക്കുന്നു. അതുകൊണ്ടാ ദാവീദ് പറഞ്ഞത് 119-ാം സങ്കീർത്തനം 71-ാം വാക്യം, നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. സ്തോത്രം. ജീവിതത്തിൽ തൻ കഷ്ടതയുടെ ഇരുട്ടിലൂടെ കടന്നുപോയതുകൊണ്ട് എക്കാലത്തുമുള്ള ദൈവജനത്തിന് പാടിയാശ്വസിക്കാൻ കഴിയുന്ന നിധി നിക്ഷേപമായ അനുഗ്രഹീത സങ്കീർത്തനങ്ങൾ രചിക്കാൻ സാധിച്ചത്. ദൈവത്തിന് സ്തോത്രം. മക്കളെ, ദൈവകൃപയേക്കാൾ മൂല്യമുള്ള ഒരു നിധിയുമില്ല, ഒരു നിക്ഷേപവും ഉലകത്തിലെങ്ങുമില്ല. ഇരുട്ടിലെ നിക്ഷേപം നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇരുട്ടിലൂടെ കടന്നു പോകാൻ തയ്യാറാവുക. അന്ധകാരത്തിന്റെ നടുവിലും അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തുന്ന ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാവുക. ദൈവം ഇരുട്ടിലെ നിക്ഷേപം, മറവിടങ്ങളിലെ ഗുപ്ത നിധി, അവൻ കർത്താവ് നിന്റെ മടിയിൽ നൽകി നിന്നെ മാനിക്കും. മക്കളെ, സ്തോത്രം. ഒരിക്കൽ മഹാനായ സ്പർജൻ, അദ്ദേഹം തന്റെ സ്നേഹിതൻ ബൈബിൾ വായിക്കുമ്പോൾ അടുത്തിരുന്നു. പുതിയ നിയമമാണ് വായിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം. അദ്ദേഹം അത് ശ്രദ്ധിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 17-ാം വാക്യം വായിച്ചപ്പോൾ സ്പർജൻ പറഞ്ഞു, നിർത്ത്, ഒന്നുകൂടെ വായിക്കുക. പലവട്ടം ആ വാക്യം വായിച്ചു. എന്താ എഴുതിയിരിക്കുന്നത്? ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. അദ്ദേഹം വളരെ സമയം ആ വചനത്തിന് മുൻപിൽ ധ്യാന നിബദ്ധനായിരുന്നു. എന്തേ ഇരുട്ടായ ശേഷവും കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നില്ല? അദ്ദേഹം ദൈവസന്നിധിയിൽ ഇരുന്ന് സ്വർഗത്തിലേക്ക് മുഖമുയർത്തി ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ മറുപടി ലഭിച്ചു. സ്തോത്രം. ആ ഇരുട്ടിലെ കുഞ്ഞെ, കാറ്റിനെയും കടലിനെയും ശാസിക്കാൻ അധികാരമുള്ള സൃഷ്ടാവാണ് തങ്ങളുടെ ഗുരുവെന്ന്, ക്രിസ്തുവെന്ന് ശിഷ്യന്മാർക്ക് ബോധ്യമാകുന്നത്. അവിടെയും തീരുന്നില്ല. ആ ഇരുട്ടിലാണ് പത്രോസ് അവൻ തന്നെ കീഴടക്കിയിരുന്ന കടലിനെ ചവിട്ടി മെതിച്ച് വെള്ളത്തിന്റെ മീതെ നടന്നത്. അതെ, ആ ഇരുട്ടിൽ തന്റെ കുഞ്ഞുങ്ങൾ ഇരുട്ടിലെ നിക്ഷേപം കണ്ടെത്തുകയായിരുന്നു.
അതല്ലേ വിശുദ്ധനായ പൗലോസ് പറയുന്നത് കൊലോസ്യ ലേഖനത്തിൽ 2-ാം അധ്യായം 3-ാമത് വാക്യം, അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായിട്ടിരിക്കുന്നു. അവനിൽ, ഹല്ലേലൂയ, ക്രിസ്തുവിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായിട്ടിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തിന്റെ നിക്ഷേപം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. പരിജ്ഞാനത്തിന്റെ നിധി നിക്ഷേപം ക്രിസ്തുവിൽ ഗുപ്തമായിരിക്കുന്നു. ദൈവകൃപയുടെ നിക്ഷേപം ക്രിസ്തുവിൽ നിറഞ്ഞിരിക്കുന്നു. ആത്മശക്തിയുടെ നിക്ഷേപം ക്രിസ്തുവിൽ നിറഞ്ഞിരിക്കുന്നു. നിത്യസ്നേഹത്തിന്റെ നിക്ഷേപം നിനക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിൽ നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഹഗാറിന്റെ ചരിത്രം നമുക്കറിയാം. ഭർത്താവ് കൈവിട്ടു, തന്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മരുഭൂമിയിൽ ഉടനലഞ്ഞവൾ. യഥാർത്ഥത്തിൽ അവളുടെ ജീവിതത്തെ ഇരുട്ട് ഗ്രസിച്ചു. അന്നവൾ ഇരുട്ടിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയതുകൊണ്ട് ദൈവം അവളുടെ സന്തതിക്ക് മണലിലെ നിക്ഷേപം വലിച്ചു കുടിക്കാൻ അനുഗ്രഹം നൽകി. ആവർത്തന പുസ്തകത്തിൽ അത് കാണാം. 33-ാം അധ്യായം 19-ാമത് വാക്യം, അവർ മണലിലെ നിക്ഷേപങ്ങൾ വലിച്ചു കുടിക്കും. യുഗങ്ങൾക്ക് മുമ്പ് ദൈവം കരുതി വെച്ച മണലിലെ നിക്ഷേപം, മറവിടത്തിലെ നിക്ഷേപം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഹാഗാറിന്റെ സന്തതികളിൽ നിന്ന് അതിന്റെ നന്മ അനുഭവിക്കുകയാ. സ്തോത്രം. കണ്ണുനീരിന്റെ, കഷ്ടതയുടെ, വേദനയുടെ ഇരുട്ടിലൂടെ, നിന്നയുടെ, അവമാനത്തിന്റെ കൂരിരുട്ടിലൂടെ കടന്നുപോകുന്ന ജീവിതമേ, മഹാദൈവം നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. നന്ദിയോടെ 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 ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് കഴിയും? കുഞ്ഞേ, നിന്നെ കാത്തു സ്വർഗത്തിലെ തമ്പുരാൻ നിധി കരുതി വെച്ചിട്ടുണ്ട്. ഇരുട്ടിലെ നിക്ഷേപം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഗുപ്ത നിധികൾ മറച്ചു വെച്ചിരിക്കുന്നു. അതാ മക്കളെ കർത്താവ് പറയുന്നത്. മത്തായി 13:52, സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്നവൻ, സ്തോത്രം, തന്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതും എടുത്തു കൊടുക്കും. സ്തോത്രം. പരിശോധനയുടെ ഇരുട്ടിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും സ്വർഗത്തിന് ശിഷ്യനായി നിലകൊണ്ടവന്റെ പക്കൽ പുതിയതും പഴയതുമായ നിക്ഷേപങ്ങളുണ്ട്. അവൻ തന്റെ അടുക്കൽ വരുന്നവർക്ക് പഴയ നിയമത്തിൽ നിന്നും പഴയതിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും പുതിയതിൽ നിന്നും താൻ കണ്ടെത്തിയ നിക്ഷേപങ്ങൾ, ഹല്ലേലൂയ, ദൈവവചനത്തിലെ ഗുപ്ത നിധികൾ പങ്കിട്ടു കൊടുക്കുവാൻ ദൈവം അവൻ പ്രാപ്തനാകും. അതേ പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുന്നു 2 കൊരിന്ത്യർ 4:7-8 വാക്യങ്ങൾ, ഈ അത്യന്ത ശക്തി എന്ന സ്വർഗീയ നിധി നിക്ഷേപം ഞങ്ങളാകുന്ന മൺപാത്രങ്ങളിൽ പകർന്നു വെച്ചിരിക്കുകയാ. എപ്പോഴായി നിക്ഷേപം പകർന്നു വെച്ചതെന്നറിയാമോ? നീയാകുന്ന മൺപാത്രത്തിൽ എപ്പോഴായി നിക്ഷേപം പകർന്നു വയ്ക്കുന്നതെന്നറിയാമോ? 8-ാം വാക്യം, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണു കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. എപ്പോഴായി മൺപാത്രത്തിൽ സ്വർഗീയ നിക്ഷേപം പകർന്നു വെച്ചതെന്ന് മനസ്സിലായോ മക്കളെ? സകല വിധത്തിലും കഷ്ടം സഹിച്ചപ്പോൾ, ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടേ ഇരുന്നപ്പോൾ, ഉപദ്രവം ഏറ്റുവാങ്ങിയപ്പോൾ, വീണ് കിടക്കേണ്ടി വന്നപ്പോൾ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഇങ്ങനെയുള്ള പ്രതികൂലത്തിന്റെ ഇരുട്ടിലൂടെ കടന്നുപോയെങ്കിലും വീണു കിടന്നവരെങ്കിലും നശിച്ചുപോയില്ല. കാരണം ഈ മൺപാത്രങ്ങളിൽ സ്വർഗത്തിലെ നിക്ഷേപം ദൈവം പകർന്നു വെച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നിട്ടും ദാവീദിന്റെ ജീവിതം പലപ്പോഴും കഷ്ടതയുടെ ഇരുട്ടിലായിരുന്നുവെന്ന് നമുക്കറിയാം. അവന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ കൈവിട്ടു. ദാവീദിന്റെ കൗമാരകാലം നിരാശയുടെ ഇരുട്ടിലായിരുന്നു. എല്ലാവരും കൈവിട്ടു. 17-ാം വയസ്സിൽ അഭിഷേകം പ്രാപിച്ചിട്ടും ദീർഘമായ 13 വർഷങ്ങൾ, അതായത് തന്റെ നവയൗവനകാലത്തും ശൗലിന്റെ ഉപദ്രവ നിമിത്തം തന്റെ ജീവിതം ഇരുട്ടിലായിരുന്നു. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം. പ്രതിസന്ധികളുടെ ഇരുട്ടിലൂടെ കടന്നുപോയ ദാവീദിന് ദൈവം ഇരുട്ടിലെ നിക്ഷേപങ്ങൾ നൽകി മാനിച്ചു. പ്രിയപ്പെട്ടവരെ, അത് ഇസ്രായേലിന്റെ സിംഹാസനം മാത്രമല്ല. പലരും പറയും ആ ഇരുട്ടിലെ നിക്ഷേപമാണ് ഇസ്രായേലിന്റെ രാജപദവി, ഇസ്രായേലിന്റെ സിംഹാസനം. അങ്ങനെയല്ല മക്കളെ. ലൂക്കോസിന്റെ സുവിശേഷം നോക്ക്, 1:32 തിരുവചനം പറയുന്നു, അവൻ വലിയവനാകും. യേശുവിനെ കുറിച്ച് പറയുക, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല. കുഞ്ഞുങ്ങളെ, വചനത്തിലൂടെ മറവിടത്തിലെ ഗുപ്തനിധി വെളിപ്പെട്ടത് കണ്ടോ? അത് ഇസ്രയേലിന്റെ സിംഹാസനം മാത്രമല്ല, സകലത്തെയും ഭരിക്കുന്ന ക്രിസ്തുവിന്റെ സിംഹാസനം, ഒരിക്കലും അവസാനിക്കാത്ത നിത്യരാജത്വം എന്ന ഗുപ്ത
ഗുപ്തനിധി. കുഞ്ഞെ, നീ കണ്ണുനീരിലൂടെ കടന്നു പോവുകയാണോ? കഷ്ടതയിലൂടെ കടന്നു പോവുകയാണോ? വേദനയുടെ കൂരിരുട്ടിലൂടെ കടന്നു പോവുകയാണോ? ധൈര്യപ്പെട്, ധൈര്യപ്പെട്. ഈ ഇരുട്ട് നിന്നെ നശിപ്പിക്കാനല്ല, ഈ ഇരുട്ട് നിന്നെ തകർക്കാനല്ല. സ്വർഗം നിനക്ക് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി, നിന്റെ നന്മയ്ക്ക് വേണ്ടി, നിന്റെ ഭാവിക്ക് വേണ്ടി ഇരുട്ടിലെ നിക്ഷേപങ്ങൾ കരുതി വെച്ചിട്ടുള്ളത് നിന്റെ പക്കൽ തരാൻ വേണ്ടിയാ. ദൈവത്തിന് സ്തോത്രം. പല ചികിത്സകൾ മാറി മാറി ചെയ്തിട്ടും രോഗം കുറയുന്നതേയില്ല. ഹല്ലേലൂയ. മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം നോർമലാ, പക്ഷെ രോഗം മൂർച്ഛിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി ചെയ്യാനൊരു ചികിത്സയില്ല. ജീവിതം ഇരുട്ടിലായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ബന്ധുമിത്രാദികൾ ധാരാളമുണ്ടെങ്കിലും ആൾക്കൂട്ടത്തിൽ തനിച്ചായ അവസ്ഥ. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ്. സാമ്പത്തിക ഭദ്രത വേണ്ടുവോളമുണ്ട്. വിദ്യാഭ്യാസത്തിനും ഒരു കുറവുമില്ല. ചൂണ്ടിക്കാണിക്കാൻ യോഗ്യത ഒത്തിരിയുണ്ട്. പക്ഷേ തലമുറയ്ക്കൊരു നല്ല വിവാഹമുണ്ടാകുന്നില്ല. മനസ്സിൽ ഇരുട്ട് നിറഞ്ഞിരിക്കുന്നു. കുടുംബത്തിലുള്ള മറ്റാരേക്കാൾ അധികം ജീവിത സൗകര്യങ്ങളുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർക്കുമ്പോൾ മനസ്സിൽ ഇരുട്ട് നിറയുക. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തികളെ വിവേചിച്ചു ദൂതറിയിക്കുമ്പോൾ കുഞ്ഞെ, മനുഷ്യന്റെ വാക്കായി തട്ടിക്കളയാതെ നീ ഏറ്റെടുക്കാൻ തയ്യാറാകുക. വചനമേറ്റെടുത്ത് മുട്ടയിലിരിക്കുക. നിന്റെ കണ്ണിൽ നിന്നൊരുതുള്ളി കണ്ണുനീര് ദൈവമുമ്പാകെ വീഴട്ടെ. ഇരുട്ടിലെ നിക്ഷേപം, നിന്റെ തലമുറയ്ക്കായി ദൈവം കരുതി വെച്ചിരിക്കുന്ന ഇരുട്ടിലെ നിക്ഷേപം നിന്റെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ പോവുകയാണ്. മക്കളെ, ഈ ഇരുട്ട് നിന്നെ നശിപ്പിക്കുമെന്ന് ചിന്തിക്കരുത്. നിന്റെ തലമുറ തോറ്റുപോകുമെന്ന് കരുതരുത്. അവർക്ക് ദൈവം ഒരു നല്ല കുടുംബജീവിതം, സ്തോത്രം, ഐശ്വര്യപൂർണമായ കുടുംബജീവിതം ഒരുക്കിക്കൊടുക്കും. തക്ക തുണയെ, ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിൽ മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്തത്ര യോഗ്യതയുള്ള ദൈവകൃപ നിറഞ്ഞ തക്ക തുണയെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം ഒരുക്കിക്കൊടുക്കും. നല്ല മക്കളെ ദൈവം കൊടുക്കും. ഹല്ലേലൂയ. ഇന്ന് നിന്റെ തലമുറകൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ ഉള്ളുരുകി കരയുകയായിരിക്കാം. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മക്കൾക്ക് നല്ല തലമുറകളെ ദൈവം കൊടുക്കും. തിരുവചനം പറയുന്നത് പോലെ അതും പോരാ എന്ന് തോന്നിയിട്ട്, യെസ്, അതും പോരാ എന്ന് തോന്നിട്ട് ഇരുട്ടിലെ നിക്ഷേപങ്ങളും കൊടുക്കും. മറവിടത്തിലെ ഗുപ്തനിധിയെയും, യേശുവിന്റെ നാമത്തിൽ മറവിടത്തിലെ ഗുപ്തനിധിയും ദൈവം നിനക്കായി കരുതി വച്ചിരിക്കുന്നു. കഷ്ടതയുടെ, പരിശോധനയുടെ, വേദനയുടെ ഇരുട്ടിലൂടെ നാം കടന്നു പോകുമ്പോഴാ കുഞ്ഞെ, സ്വർഗം നിന്നിലും എന്നിലും പ്രത്യാശയുടെ നിക്ഷേപം, സ്തോത്രം, തേജസ്സിന്റെ നിത്യഘനം നിക്ഷേപമായി നിറയ്ക്കുകയാ. ഹല്ലേലൂയ. കഷ്ടത അനുവദിച്ച ദൈവത്തിന് നന്ദി പറയാമോ? ഈ വേദനയിലൂടെ എന്നെ കടത്തിവിടുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഈ നിരാശയുടെ ഇരുട്ടിൽ ഹല്ലേലൂയ ഞാൻ കടന്നു പോകാൻ എന്നെ അനുവദിച്ച ദൈവമേ, നിനക്ക് സ്തോത്രമെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? എന്റെ പ്രിയപ്പെട്ടവരെ, മറവിടത്തിലെ ഗുപ്തനിധി, ഇരുട്ടിലെ നിക്ഷേപം ഈ മണ്ണിൽ പ്രയോജനപ്പെടുത്താൻ മാത്രമുള്ളതല്ല കേട്ടോ. ഇവിടെ ഒത്തിരി നന്മകൾ കിട്ടുന്നുണ്ട്, ഒത്തിരി നിക്ഷേപങ്ങൾ നീ സ്വരൂപിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം ഈ മണ്ണിൽ ഉപയോഗിക്കാനാ. എന്നാൽ ഹല്ലേലൂയ, ദാവീദിന് ലഭിച്ച സിംഹാസനം തന്റെ ആയുഷ്കാലത്തേക്ക് മാത്രമുള്ളതായിരുന്നില്ലല്ലോ, തന്റെ മക്കളുടെ കാലത്തേക്ക് മാത്രമുള്ളതല്ലല്ലോ. നിത്യരാജ്യത്വം, എന്നേക്കുമുള്ള സിംഹാസനം. വത്സല ദൈവ കുഞ്ഞുങ്ങളെ, ഈ മണ്ണിലെ കഷ്ടതയുടെ ഇരുട്ടിൽ ദൈവം നമുക്ക് നൽകുന്ന ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, സ്തോത്രം, നിത്യതയുടെ തീരത്തും ഒളിമങ്ങാതെ വിളങ്ങുന്നതാണ്. തേജസ്സിന്റെ നിത്യഘനമായി ശോഭിക്കുന്നതാ. പറയണം, കർത്താവേ, എന്റെ ജീവിതത്തിലെ ഇരുട്ട് നീ തന്നതിന് നന്ദി പറയുന്നു. ഇരുട്ടിൽ എനിക്കായി നീ കരുതി വച്ചിരിക്കുന്ന സ്വർഗീയ നന്മകൾ, ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടത്തിലെ ഗുപ്തനിധികൾ കണ്ടെത്തുവാൻ കർത്താവേ, നീ എന്നെ ഇരുട്ടിലൂടെ കടത്തിവിട്ടതുകൊണ്ട് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യോബിന്റെ ചരിത്രം നമുക്കറിയാം. ഭക്തനായ യോബിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ ജീവിതം ഇരുട്ടിലായിരുന്നു. എന്നാൽ താൻ പറയുന്നു, യോബിന്റെ പുസ്തകം 29:3, യോബ് 29:3, അവന്റെ ദീപം എന്റെ തലയ്ക്കു മീതെ പ്രകാശിച്ചു, അവന്റെ വെളിച്ചത്തിൽ ഞാൻ ഇരുട്ടിൽ കൂടെ കടന്നു. ശരിയാ, ഞാൻ ഇരുട്ടിലായിരുന്നു, എന്റെ ജീവിതം ഇരുട്ടിലായിരുന്നു, എന്റെ മക്കളെല്ലാം പട്ടുപോയി, എന്റെ വീടുകളെല്ലാം ഇടിഞ്ഞു പോയി, എന്റെ കന്നുകാലി കൂട്ടങ്ങൾ അപഹരിക്കപ്പെട്ടു, എന്റെ ശരീരവും വ്രണം നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരുട്ടിലിരിക്കുകയാണെങ്കിൽ പ്രത്യാശയുടെ വെളിച്ചം എന്റെ തലയ്ക്കു മീതെ അവന്റെ ദീപം, ഹല്ലേലൂയ, ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ, ഇരുട്ടിലൂടെ കടന്നു പോകുമ്പോൾ ധൈര്യപ്പെടണമെങ്കിൽ, ഇരുട്ടിലൂടെ കടന്നു പോകുമ്പോൾ നീ ഉറച്ചു നിൽക്കണമെങ്കിൽ, ഹൃദയദൃഷ്ടിയിൽ സ്വർഗത്തിലെ അപ്പച്ചൻ നിന്റെ മീതെ പിടിച്ചിരിക്കുന്ന ഹല്ലേലൂയ സ്നേഹത്തിന്റെ ദീപം കാണുവാൻ കഴിയണം. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. മക്കളെ, പ്രതിസന്ധിയുടെ കൂരിരുട്ട് നിന്നെ വരിഞ്ഞു മുറുക്കിയിട്ടും കുഞ്ഞെ നീ തകർന്നു പോകാഞ്ഞത് അവന്റെ ദീപം നിന്റെ തലയ്ക്കുമീതേ പ്രകാശിച്ചതുകൊണ്ട് അന്ധകാര പർവ്വതങ്ങളിലൂടെ കടന്നുപോയിട്ടും കാലിടറി വീണു തകർന്നു പോകാത്തത്. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ സ്നേഹത്തിന്റെ ദീപം, കൃപയുടെ ദീപം, രക്ഷയുടെ ദീപം എന്റെ തലയ്ക്കുമീതേ നാഥനെ നീ പിടിച്ചിരുന്നത് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിറഞ്ഞ ഹൃദയത്തോട് തുടിക്കുന്ന മനസ്സോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ എത്ര പേർ തയ്യാറാകും? ഇരുട്ടിലെ നിക്ഷേപം നീ കണ്ടെത്താൻ പോവുകയാണ്. ഇന്ന് പുലരിയിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ആലോചന ശ്രദ്ധിക്കുന്ന ജീവിതമേ, കുഞ്ഞെ, നീ ഇരുട്ടിലാണോ? ഒട്ടും മുന്നേറ്റമില്ലാതെ കെട്ടപ്പെട്ട അനുഭവത്തിൽ കഴിയുകയാണോ? പരിശുദ്ധാത്മ പറയുന്നു, ഇപ്പോ നീ അനുഭവിക്കുന്ന ഇരുട്ടിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ, ഹല്ലേലൂയ, അപമാനിച്ചവരുടെ മുൻപിൽ, ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ, ഹല്ലേലൂയ, നിന്ദിച്ചവരുടെ മുൻപിൽ ഉയർത്തി കാട്ടാൻ ഇരുട്ടിലെ നിക്ഷേപങ്ങൾ നിന്റെ കയ്യിലുണ്ടായിരിക്കും, നിന്റെ കുഞ്ഞുങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്റെ ജനത്തോട് ദൂത് പറയുന്നത് കൊണ്ട് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് ശ്രദ്ധിക്ക്. 107 സങ്കീർത്തനം 14 വാക്യം. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അവൻ അറുത്തുകളഞ്ഞു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ആലോചന ഏറ്റെടുക്കുന്ന ജീവിതമേ, മഹാദൈവം നിന്റെ ബന്ധനങ്ങളെ അറുത്തുകളഞ്ഞ് ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശത്രു കൊട്ടിയടച്ച താമ്ര കഥകുകളെ തകർത്ത്, സ്തോത്രം, ദുഷ്ടൻ മുദ്രവെച്ച ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളഞ്ഞ് നിന്നെ ഇരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോൾ അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കാൻ ഇരുട്ടിലെ നിക്ഷേപം ഒളിമങ്ങാതെ മറവിടത്തിലെ ഗുപ്തനിധി വിളങ്ങുന്നതായി നിന്റെ കയ്യിലുണ്ടായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് അറിയിക്കുന്ന ദൂത് ഏറ്റെടുക്കും. മക്കളെ, സ്വർഗം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ മാനിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാ കുഞ്ഞെ ഈ പ്രതികൂലത്തിന്റെ ഇരുട്ടിലൂടെ നിന്നെ ദൈവം കടത്തിവിട്ടത്. കുഞ്ഞെ, നീ ഇരുട്ടിലൂടെ കടന്നുപോയപ്പോൾ നീ തനിച്ചല്ല. ഇരുട്ടിലൂടെ നിന്നെ വിട്ടവൻ നിന്റെ കൂടെ ഉണ്ട്. ഇരുട്ടുകൊണ്ട് നീ കണ്ടില്ലെന്ന് മാത്രം. അവൻ നിന്നെ ഒരിക്കലും ഏകനായി വിട്ടയക്കുന്ന ദൈവമല്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇരുട്ടിന്റെ അനുഭവത്തിലൂടെ ഇന്നും കടന്നു പോകുന്ന ദൈവവൈതലേ, പുറത്തു കടക്കാൻ വെമ്പൽ കൊള്ളരുത് കേട്ടോ. സഹിച്ചു നിൽക്ക്. ദൈവം നിനക്കായി നിക്ഷേപം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അനുഭവിച്ച ഇരുട്ടിനേക്കാൾ എത്രയോ വലുതാ നമ്മുടെ കർത്താവ് ക്രൂശിൽ അനുഭവിച്ച വേദനയുടെ ഇരുട്ട്, അപമാനത്തിന്റെ ഇരുട്ട്, ഒറ്റപ്പെടുത്തലിന്റെ ഇരുട്ട്. ഇതിനെല്ലാക്കാളും ഭീകരമായിരുന്നു പിതാവ് മുഖം മറച്ചപ്പോൾ താൻ അനുഭവിച്ച ഇരുട്ട്. മക്കളെ, എന്തിനു വേണ്ടിയായിരുന്നു പുത്രൻ ഇരുട്ടിൽ കിടന്നത്? ഇരുട്ടിലെ നിക്ഷേപം നിനക്ക് തരാൻ. പുത്രൻ വേദനയുടെ ഇരുട്ടിൽ കിടന്നത് കുഞ്ഞെ നിനക്ക് രോഗശാന്തിയുടെ നിക്ഷേപം തരാനാ. കർത്താവ് അപമാനത്തിന്റെ ഇരുട്ടിൽ കിടന്നത് കുഞ്ഞെ നിന്നെ തേജസ്സിന്റെ നിക്ഷേപം നിന്നെ നിറയ്ക്കാൻ വേണ്ടിയാ. പുത്രൻ ക്രൂശിൽ പീഡനത്തിന്റെ ഇരുട്ടിൽ കിടക്കുമ്പോൾ നോക്കുക, പിതാവും മുഖം മറച്ചു. അപ്പോൾ 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. അതേ മക്കളെ, ദൈവപുത്രൻ നരകവേദന അനുഭവിക്കുന്നത് കാണാൻ കഴിയാതെ പ്രകൃതി പോലും കണ്ണുപൊത്തി. അപ്പം തിന്നവരും അത്ഭുതം കണ്ടവരും അവനെ കൈവിട്ടു. ഒപ്പമുണ്ടായിരുന്നവനെ വിട്ടുപോയി. പിതാവായ ദൈവവും പുത്രനെ ക്രൂശിൽ കൈവിട്ടു. ഇരുട്ടിൽ കിടന്നുകൊണ്ട് പുത്രൻ നിലവിളിക്കുന്നു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? മകളെ, സ്നേഹവാരിധിയായ ദൈവം സ്വന്തം പുത്രനെ ക്രൂശിൽ കൈവിട്ടത് കുഞ്ഞെ നിന്നെ ചേർത്തു പിടിക്കാൻ വേണ്ടിയായിരുന്നു. നീതിയുടെ കിരീടം ശിരസിലേറ്റം സർവ്വതാ യോഗ്യനായവന്റെ തലയിൽ ശാപത്തിന്റെ മുൾക്കിരീടം വെച്ചത്, ശാപത്തിന്റെ മുൾക്കിരീടം ധരിച്ചുകൊണ്ട് അപമാനത്തിന്റെ ഇരുട്ടിൽ പുത്രൻ കിടന്നത് കുഞ്ഞെ നിന്റെ ഇരുട്ടു മാറ്റാൻ വേണ്ടിയാ. ഉഴുതുമറിക്കപ്പെട്ട ശരീരത്തോടെ ക്രൂശിൽ ഉയർത്തപ്പെട്ടപ്പോൾ തന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടുപോയി. എന്തിനാ കുഞ്ഞെ? നീയും ദൈവവുമായുള്ള ബന്ധം ദൃഢമാക്കാൻ വേണ്ടിയാ. ആയിരങ്ങളെ സൗഖ്യമാക്കിയ പുത്രന്റെ ഓമൽ ഭൂമേനി ഉഴവുചാലുപോലെ കീറിമുറിക്കപ്പെട്ടത് മക്കളെ അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യമുണ്ടാകാൻ വേണ്ടിയാണ്. സ്വർഗീയ നന്മയ്ക്ക് അവകാശമില്ലാതിരുന്ന പാപികളായ മാനവ സമൂഹത്തിന് സ്വർഗത്തിലെ
നിധി നിക്ഷേപങ്ങൾ ആമേൻ മറവിടത്തിലെ ഗുപ്തനിധികൾ നൽകാൻ വേണ്ടിയാ പ്രാണനാഥൻ കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്നത്. നമുക്കറിയാം, മഗ്ദലന മറിയ അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ കർത്താവിന്റെ കല്ലറയ്ക്കലെത്തി. സാഹചര്യങ്ങളെല്ലാം അവൾക്കെതിരായിരുന്നു, നിയമം എതിരായിരുന്നു, കാവൽക്കൂട്ടം എതിരായിരുന്നു, മതത്തിന്റെ സേവകരെതിരായിരുന്നു, സ്ത്രീ എന്ന നിലയിൽ ഇരുട്ടിൽ സഞ്ചരിക്കുന്നത് യോഗ്യമല്ലായിരുന്നു, സകലവും എതിരായിരുന്നിട്ടും അവൾ ഇരുട്ടിലൂടെ കടന്നുപോയതുകൊണ്ട് സാക്ഷാൽ സ്വർഗത്തിന്റെ ഗുപ്തനിധിയായ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അവൾക്ക് കാണാൻ കഴിഞ്ഞു. പാപത്തിന്റെ ഇരുട്ടിൽ കഴിഞ്ഞ നമ്മെ തേടി സ്വർഗത്തിലെ നിക്ഷേപമായി ക്രിസ്തു ഇറങ്ങി വന്നു. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായിട്ടിരിക്കുന്നു. കുഞ്ഞെ, നിനക്ക് ഈ നിക്ഷേപം നേടാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാ, എന്റെ ജീവിതം പാപത്തിന്റെ ഇരുട്ടില്ല. പുത്രന്റെ രക്തത്താൽ എന്നെ നീതീകരിക്കണം, ശുദ്ധീകരിക്കണം, തേജസ്കരിക്കണം. കർത്താവേ, ഞാൻ അങ്ങ് എന്റെ ദൈവമായി സ്വീകരിക്കുന്നു. എന്നെ നിന്റെ പൈതലാക്കി മാറ്റണം. കുഞ്ഞെ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഇരുട്ടിലെ നിക്ഷേപവും മറവിടത്തിലെ ഗുപ്തനിധിയും ഇനി വിശുദ്ധ ജീവിതത്തിലൂടെ നിനക്ക് സ്വന്തമാക്കാം. അതിനായി പരിശുദ്ധാത്മാവ് എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ വചനം കൊണ്ട് ദൈവ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കാൻ എളിവന് ഭാഗ്യം നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്. വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഓർത്താലും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനുള്ള നമ്പർ ഞാൻ പറയാം. 90